ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ് ഗെസ് ദ ഫുട്ബോൾ പ്ലേയേഴ്സ് നെയിം. ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ നെയിം ഗസ് ചെയ്യാനാണ് ഇന്നത്തെ ചാലഞ്ച് കേട്ടോ. അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ബഷീർ എന്നാണ് പേര്. വീട്ടിൽ വിളിക്കുന്ന പേര് ലിബാൻ എന്നാണ്. അറിയുന്ന ആള് ഫസ്റ്റ് കൈ പൊന്തിക്കാണ് വേണ്ടത്. കൈ പൊന്തിക്കാതെ പറഞ്ഞാൽ മാർക്ക് ലഭിക്കുന്നതല്ല. അവരുടെ പ്ലെയറിന്റെ പേരല്ല, സോറി. ഇത് ഫസ്റ്റത്തെ പ്ലെയറിന്റെ ഫോട്ടോ ഞങ്ങൾ ഫോണിൽ വെച്ചിട്ടാണ്. അപ്പൊ ഫസ്റ്റത്തെ 20 പ്ലേയേഴ്സ് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഫസ്റ്റത്തെ പ്ലെയർ ആണ് ഇത്. സ്റ്റീഫൻ ജെറാർഡ് ആണ്. അപ്പൊ സിയക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആരുടെ ഫാൻസ് ആണ് എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനും ബഷീറും ലയണൽ മെസ്സിയാണ്. മുഹമ്മദ് റൊണാൾഡോയാണ്. അടുത്ത പ്ലെയർ ഇതാണ് കേട്ടോ, റൊണാൾഡീനിയോ. രണ്ട് ചാൻസ് പോയി. ഫസ്റ്റ് കൈ പൊന്തിച്ച സിയാണ്, റൊണാൾഡീനിയോ ആണ്. അപ്പൊ സിയക്ക് സെക്കൻഡ് മാർക്ക്. അടുത്ത പ്ലെയർ ഇതാണ്, സിമ്പിൾ പ്ലെയർ ആണ്. നെഗറ്റ് അല്ല, മാർക്ക് പോയി. ഇത് ഇന്റർ മിലാനിലൊക്കെ കളിച്ചൊരു പ്ലെയർ ആണ്. സിയക്കറിയോ? അപ്പൊ സിയന്റെ ചാൻസ് പോയി. അപ്പൊ രണ്ടാൾക്കും മാർക്കില്ല കേട്ടോ. അടുത്തത് ഈ പ്ലെയർ ആണ്. ഇത് ഡ്രോഗ്ബ. മുഹമ്മദിന് മാർക്ക് അയക്കുന്നു. ഇത് സിതാരയോട്. ഓക്കെ, മുഹമ്മദ് സെക്കൻഡ് മാർക്ക് അയക്കുന്നു. അടുത്തത് ബാഴ്സലോണക്ക് അത് മറ്റേ പ്ലെയർ ആണ്. അപ്പൊ മുംബൈയിലാണ് ചാൻസ്. അറിയില്ല. അപ്പൊ പാസ്സാണ്. അപ്പൊ രണ്ടാൾക്കും മാർക്കില്ല. അടുത്തത് ഈ പ്ലെയർ ആണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പ്ലെയർ ആണ്. ക്ലൂ പറ്റുമോ? ക്ലൂ ഓക്കെ. ഇത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിച്ചിരിക്കുന്നു, റയൽ മാഡ്രിഡിൽ കളിച്ചിരിക്കുന്നു. ഫസ്റ്റ് ലെറ്റർ എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ തന്നെയാണ്. അധികം നല്ല പ്ലെയർ ആണ്. മമ്മീന്റെ ചാൻസ് പോയി. ജസ്റ്റ് മിസ്സാണ്. ഇതിന്റെ രാജ്യം പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇത് ഇംഗ്ലണ്ടാണ് രാജ്യം. അറിയില്ല. അപ്പൊ രണ്ടാൾക്കും കിട്ടില്ല. അപ്പൊ ഇവർക്ക് കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നോക്കും, ഓനക്കൊരു ചാൻസും കൂടി കൊടുക്കാം. പറയാൻ ഓനക്കറിയില്ല അത്ര. ഓൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിരുന്നു. അടുത്ത പ്ലെയർ ഇതാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ബ്രസീല് ട്രിപ്പിളർ ആണ്. പറയാം. കാക്കല്ല, പറയാൻ അറിയില്ല. പെപ്പെ അല്ല. ഇതാരാന്ന് പറയാം. ഞങ്ങൾ ആരുടെ പേര് അറിയില്ല കേട്ടോ. എന്നിട്ടാണ് ഈ ചലഞ്ചിന് നിക്കണത്. ഇത് നേരത്തെ പറഞ്ഞത് റൊണാൾഡോ ആണ്. പക്ഷെ റൊണാൾഡോന്റെ ഒപ്പം ഉണ്ടായിരുന്നൊരു പ്ലെയർ തന്നെയാണ്. ഇത് റയൽ മാഡ്രിഡിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ബ്രസീലിയനാണ്. ഇപ്പോൾ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എപ്പോഴും. കക്ക. ഇവൾക്ക് മാർക്ക്. അടുത്ത പ്ലെയർ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. സ്പെയിനൊക്കെയാണ്. ബാർസലോണ. പൊസിഷന് സെൻട്രൽ മിഡ്. ഇതിന്റെ മാറ്റൊരു സ്പെല്ലിംഗ് വ്യത്യാസമുള്ള ഒരു പ്ലെയറിന്റെ പേര് ഞാൻ പറയാം. കാവി അല്ല, ജസ്റ്റ് മിസ്. എന്റെ ചാൻസ് മമ്മദിന് പറയാനായിക്കോ? ഇത് സാവിയാണ്. ഇതെല്ലാവർക്കും അറിയണ കാര്യം. കറക്റ്റ്.
ഓക്കെ ഓനക്കൊരു മാർക്ക്. അടുത്ത പ്ലെയർ ഇത് കസിലാസ. സിയക്ക് മാർക്ക്. അടുത്ത പ്ലെയർ ഇതാണ് കേട്ടോ. ഇനി ക്ലൂ തരാൻ പറ്റില്ല. ഇത് നല്ല ഫേമസ് ആയിട്ടുള്ള ഫസ്റ്റ് ലെറ്റർ പറഞ്ഞാൽ മതി. അതും ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ തന്നെയാണ്. ബിയോ. ഒരു ക്ലൂ എന്താണ് പേര് വ്യത്യാസം? ഈ ബിയോ. ഇത് റയൽ മാഡ്രിഡ് ഒരു പ്ലെയർ ആണ്. ഇതിന്റെ പേര് പറയാന് എനിക്ക് പറ്റൂല. ബി സെക്കൻഡ് ലെറ്റർ പറഞ്ഞാൽ മതി. പിന്നെ ഒരു ഈ, clue വേണ്ട. ഈ. ഇത് ലാസ്റ്റത്തെ ഞാൻ ബെൻസിമ. ബെൻസിമ. മമ്മീനെ മാർക്കിട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും കിട്ടുന്നതാണ്. സൺ. മമ്മീന്റെ മാർക്ക് പോയി. ഓൻ കൈ പൊന്തിക്കാതെന്ന് പറഞ്ഞത്. സിയക്ക് മാർക്കാ. അത് പറ്റൂലട്ടോ. അതുണ്ട് കളിയിൽ പറഞ്ഞു കൈ പൊന്തിച്ചാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. റൂൾസിലുള്ളതാണ് ഗൈസ്. ഇത് എല്ലാവർക്കും അറിയണതാണ്. അറിയില്ല. കാവ്യല്ല. ഇത് ഫസ്റ്റ് പറഞ്ഞതാണ്. ഫസ്റ്റ് ലെറ്റർ. ഓളത് കഴിഞ്ഞു. അറിയില്ല. എന്റെ ഓനക്കും അറിയില്ല. അപ്പൊ അടുത്ത പ്ലെയർ ഇതാണ്. ഇതെല്ലാവർക്കും അറിയാം. മെസ്സി. അതാ നമ്മത് കൊണ്ടിട്ടോ. പക്ഷെ ഇത് ഒരു മിനിറ്റ്. ഓൻ കൈ പൊന്തിച്ചില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ജയിച്ച ആള് എന്ന് പറയുന്നത് ഞാനാണ്. മുഹമ്മദിന് 5 പോയിന്റ്സും എനിക്ക് 6 പോയിന്റ്സും കൊണ്ട് 1 മാർക്ക് കൊണ്ട് ഞാൻ വിന്നായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്.